ഹായ് ഗേയ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ക്യാപ്റ്റൻ ബ്രോ. ഞാനിന്ന് വന്ന് നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ ഒരു വ്യത്യസ്തമായ സ്ഥലപ്പേരുള്ള ഒരു സിറ്റിയിലാണ്. ഈ ഒരു സിറ്റിയുടെ പേരാണ് പിണ്ണക്കനാട്. ഇന്ന് നമ്മൾ പിണ്ണക്കനാടിൻ്റെ കാഴ്ചകളിലേക്കാണ് ഗേയ്സ് പോകുന്നത്. കോട്ടയം ജില്ലയിലെ ഒരു ഗ്രാമപ്രദേശമാണ് പിണ്ണക്കനാട്. പേര് കേൾക്കുമ്പോൾ ക്ഷീരകർഷകരുമായി ഏറെ ബന്ധമുള്ള നാടാണോ എന്ന് തോന്നും. എന്നാൽ പഴമക്കാർ ഈ നാടിൻ്റെ പേരിനെ സംബന്ധിച്ച് പറയുന്നത് പഴയകാല കാർഷിക വ്യാപാരവുമായി ബന്ധപ്പെട്ടിട്ട പേരാണ് പിണ്ണക്കനാട് എന്നാണ്. മീനച്ചൽ താലൂക്കിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണിത്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഈരാറ്റുപേട്ടയ്ക്ക് പോകുന്ന പ്രധാന പാതയിലുള്ള ഒരു സിറ്റിയാണിത്. ഈരാറ്റുപേട്ടയിൽ നിന്നും പിണ്ണക്കനാട് വഴി കാഞ്ഞിരപ്പള്ളി ലക്ഷ്യമാക്കി പായുന്ന വാഹനങ്ങളാണ് ഈ കാണുന്നത്. മനോഹരമായ പാതയാണിത്. തിടനാട് പഞ്ചായത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്ന ഗ്രാമപ്രദേശമാണിത്. റബ്ബറാണ് ഇവിടുത്തെ പ്രധാന കൃഷി. കുരുമുളക്, തെങ്ങ് തുടങ്ങി കൃഷികളും ഇവിടെയുണ്ട്. പിണ്ണക്കനാടിൻ്റെ കാഴ്ചകൾ കണ്ട് ഞാൻ മുന്നോട്ട് നടക്കുമ്പോൾ അവിടെയായി ഒരു പെട്രോൾ പമ്പും ഞാൻ കണ്ടു. പിണ്ണക്കനാടിൻ്റെ ബസ് സ്റ്റോപ്പിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ വന്നു നിൽക്കുന്നത്. ഇതാ ഈ കാണുന്നതാണ് ബസ് സ്റ്റോപ്പ്. ഈരാറ്റുപേട്ടയിൽ നിന്നും കാഞ്ഞിരപ്പള്ളി ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളാണ് ഇവിടെ നിർത്തുന്നത്. ബസ് സ്റ്റോപ്പിൻ്റെ ദൃശ്യം ഞാൻ ക്യാമറയിൽ പകർത്തുമ്പോൾ ഒരു ചേട്ടൻ ബസ് കാത്ത് അവിടെ നിൽപ്പുണ്ട്. ഞാനിപ്പോൾ പിണ്ണക്കനാട് സിറ്റിയുടെ പ്രധാന ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. റോഡിൻ്റെ ഒരു വശത്ത് ഓട്ടോ സ്റ്റാൻഡും നമുക്ക് കാണാം. മറുവശത്താട്ടെ തണൽ വിരിച്ചു നിൽക്കുന്ന മരങ്ങളും ചില വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നതും കാണാം. റോഡിൻ്റെ മധ്യഭാഗത്തായി പ്രത്യേകം തിരിച്ച ഭാഗത്ത് ചെടികൾ നട്ടുവച്ചിട്ടുണ്ട്. പഴവർഗ്ഗങ്ങൾ വിൽക്കുന്ന കടയുടെ മുമ്പിൽ നിന്ന് ഞാൻ ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ ഒരു ബസ് എൻ്റെ ക്യാമറയ്ക്ക് മുന്നിലൂടെ നീങ്ങി.